അവിടെ ചെന്നിട്ട് ഞാൻ നേരെ ഈ ഗ്രേപ്സ് ചെടികൾ ഇങ്ങനെ അതിങ്ങനെ മൂടിക്കിടക്കുകയാണ്. മൂടിയ നമുക്ക് തോന്നുന്ന ഒരു 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 കോമ്പൗണ്ട് വാള് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് ഇലകൾ മാത്രമേ കാണാനുള്ളൂ. അത്രയും തഴിച്ച ഇലകളുള്ളപ്പോൾ അത് ഈ ഗ്രേപ്സ് ഉണ്ടാവുമോ? നമുക്കറിയത്തില്ല. ഒരു സംശയമാണ്. ഞാൻ അല്ലാത്തതേ കണ്ടിട്ടുള്ളൂ. കാരണം ഈ ഗ്രേപ്സ് ഇങ്ങനെ മുറ്റി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞിങ്ങനെ മാറും. ബാക്കി ഗ്രേപ്സ് പഴങ്ങളായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് ഗ്രേപ്സ് ഉണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ഇതിൻ്റെ ഇലകൾ മാറ്റി വിടർത്തി മാറ്റി നോക്കിയപ്പോൾ ഒരു മായാപ്രപഞ്ചത്തിൽ കയറുന്ന മാതിരിയാണ്. നോക്കിയപ്പം ഗോൾഡൻ കളറിലുള്ള വലിയ കൊലകൾ, മുന്തിരി കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ അത് ഞാൻ ഏറ്റവും നല്ല റൈപ്പായി എന്ന് തോന്നിയ ഒരു കൊല അടർത്തി. അത് അടർത്തുമ്പോൾ വളരെ സൂക്ഷിച്ചടത്തിയിട്ട് ഇന്ന് പൊഴിഞ്ഞു പോകും. തിന്നു നോക്കി, ഇത്രയും മധുരമുള്ള സീഡ്ലെസ് ആണ് ചെറിയ മുന്തിരിങ്ങ, വെളുത്തത്. ആ വെള്ള മുന്തിരിങ്ങ അതായത് പച്ച മുന്തിരിങ്ങ അത് പഴുത്തപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് അതിന് വരുന്നത്. അത് കഴിച്ചു നോക്കി, എന്ത് മധുരമാണെന്നറിയോ. ഇത്രയും മധുരം നമ്മളിതിന് കണ്ടിട്ടില്ല. അതുപോലുള്ള മധുരമാണ്. ആ രീതിയിൽ ഉള്ള ആദ്യം തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു. ഈ പറിച്ച കൊലകളൊക്കെ ഒരു 4-5 കൊലകൾ പറിച്ചങ്ങ് തിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് തിന്നാൻ വയ്യാതായി, പെട്ടെന്ന് മടുത്തു പോകും. കാരണം അത് അത്ര മധുരമാണ്. ഈ മധുരം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള മധുരമാണ്. ആ മധുരമുള്ള ആ ഗ്രേപ്സ് ഇഷ്ടം പോലെ കഴിച്ചു കേട്ടോ. ആവശ്യത്തിന് കുറേ, അതായത് ഒരു കൊല തിന്നാൽ തന്നെ നമ്മുടെ ഏതാണ്ട് ഒരു അത്ര വലിയ കൊലയാണ്. ഇത്രയുള്ള കൊലകളാണ്. ഞാനത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പടം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾക്കതിനെ വരാം, അതായത് ഇവിടെ വെച്ച് തിന്നാൻ വേണ്ടി ഞങ്ങൾ കുറേ കളക്ട് ചെയ്യാനായിട്ട് വലിയ കൊലകൾ, അതായത് ഏറ്റവും നല്ല കൊലകൾ നോക്കി അതിൽ നിന്ന് കുറേ കൊലകൾ പ്ലക്ക് ചെയ്ത് പറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു അനുഭവമായിരുന്നു. ഇത് കാരണം ഇങ്ങനെ ജീവിതത്തിലൊരു അനുഭവം കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഈ കർണാടകയിലൊക്കെ ഇങ്ങനെ ഇത് കൃഷി ചെയ്തിട്ട് ഈ മുന്തിരി തോപ്പിങ്ങനെ മുന്തിരി വള്ളികൾ പടർത്തും, അതിലൂടെ ഇങ്ങനെ മുന്തിരി കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇത് നമ്മൾ കുറേ അതിനകത്തൊക്കെ വിഷമൊക്കെ മുക്കാറുണ്ട്. ഇവിടെ ഈ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിനകത്തൊക്കെ തേനീച്ചയുണ്ട്. ഇത് പറിച്ചെടുത്ത ഒരു കൊലയിൽ നിന്ന് ഈ കൊല എന്നുള്ളത് അത് മാത്രം മോനെ ഒരു തേനീച്ച, നമ്മുടെ ഞൊടിയൽ എന്ന് പറയുന്ന തേനീച്ച ഉണ്ടല്ലോ, വലിയ തേനീച്ച, അതൊരെണ്ണം അവൻ്റെ കയ്യിൽ വിരലെ കുത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിൻ്റെ ആണിയൊക്കെ പിഴുത് കളഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഈ വെള്ള മുന്തിരിയ ഇങ്ങനെ ആയി. അതിൽ നിന്ന് ഞങ്ങളൊരു 15 അടിയോളം അകത്തോട്ടേ പോയുള്ളൂ. വീണ്ടും ഒരു 10-200 അടി വീണ്ടും ഒരു നിര തന്നെ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ഏതാണ്ടൊരു 10 നിരകളോളം ഈ തരം മുന്തിരിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വഴി കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറുത്ത മുന്തിരി കേട്ടോ. ആ കറുത്ത മുന്തിരി യിലോട്ട് ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ വള്ളികൾ എന്നെങ്കിൽ മുന്തിരി കൊലകൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ മാറിക്കിടക്കുകയാണ്. ഇലകൾ വളരെ കുറവാണ്. വള്ളിയിൽ മുന്തിരി മാത്രം ഇങ്ങനെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇഷ്ടം മാതിരി കിടക്കുക കേട്ടോ. ഇതാരും പറിക്കാനൊന്നുമില്ല, ആ രീതിയിൽ ഇങ്ങനെ കിടക്കുക. അതും ഈ പറഞ്ഞതുപോലെ ഏതാണ്ടൊരു 10-200 അടി നീളത്തിൽ ഉള്ള മതിൽക്കെട്ട് പോലാണ് ഇത് നട്ടുപിടിപ്പിച്ചേക്കുന്നത്, ഇങ്ങനെ പോയേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വള്ളി പടർന്നിട്ട് അതിൽ നിന്ന് മുഴുവൻ അത് ദൂരെ നിന്ന് നമ്മൾ നോക്കിയാലേ കാണാം കറുത്ത മുന്തിരിക്കൊലകൾ ഇങ്ങനെ കിടക്കുക. അതിൽ നിന്നൊരു 2 മുന്തിരിക്കൊലകൾ പറിച്ച് എടുത്ത് തിന്ന് നോക്കിയപ്പോൾ അത് സീഡ്ലെസ് അല്ല, സീഡുണ്ട്. മറ്റേത് സീഡ്ലെസ് ആയിരുന്നു, സീഡുണ്ട്. പക്ഷേ ഈ വെള്ളമുന്തിരി തിന്നതുകൊണ്ട് നമ്മുടെ നാക്ക് അത് ആ രുചിയിലല്ലേ ഉള്ളത്. അതിൻ്റെ വെട്ടത്ത് വരുത്തില്ല ഈ സാധനം കറുത്തത്. അതുകൊണ്ട് അതങ്ങ് മടുത്ത് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അത് പറിക്കണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇത് ഇങ്ങനെ ഈ രീതിയിലുള്ള 5-8 ഈ മതിൽക്കെട്ട് പോലെ വളർത്തിയേക്കുന്ന ഈ കറുത്ത മുന്തിരിയുണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്നപ്പോൾ അത് ഒരു പ്രത്യേക രീതിയാണ്. അതായത് ബ്രൗൺ നിറം, ഗോൾഡൻ, അതായത് നമുക്കത് ഇതിലെ ഗോൾഡൻ ഈ ഗ്രീൻ നമ്മൾ കണ്ടല്ലോ, അതേപോലെ ഗോൾഡൻ ബ്രൗൺ അതിങ്ങനെ തൂങ്ങിക്കിടക്കുക. അത് ചെറുതാണ്, പക്ഷേ
ഈ നേരത്തെ തിന്നതുപോലുള്ള ടേസ്റ്റാണ് അതിന്. അതായത് ഈ ഗോൾഡൻ കളറിൽ ഞങ്ങൾ ആദ്യം കഴിച്ചു എന്ന് പറയുന്ന പച്ചമുന്തിരി ഉണ്ടല്ലോ, പച്ച കളറിലെ ഗോൾഡൻ, അതിന് തത്തുല്യമായിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ, അത് ഇതുപോലെ കൊലകളായിട്ട് കിടക്കുകയാണ് കേട്ടോ. അത് ഇനി ഇതാ വെള്ള, ഇത് ഞങ്ങൾ ആദ്യം ഇത് കണ്ടപ്പോൾ അങ്ങ് പറിച്ചു പോയല്ലോ, ഇഷ്ടംമാതിരിയായി. ഒരു 2 കിലോ മുന്തിരിങ്ങയോളം പറിച്ചെടുത്തു. അതിൽ കൂടുതൽ ആവശ്യമില്ല, കൊണ്ടുവച്ചാലും അത് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഗോൾഡൻ ബ്രൗൺ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും മോനും അത് യഥേഷ്ടം പറിച്ചു തന്നു കേട്ടോ. വളരെ നല്ല ടേസ്റ്റായിരുന്നു. ഞാനത് ഒരു 4-5 കൊലകൾ പറിച്ച് ഞങ്ങൾ തിന്നതേ ഉള്ളൂ. കാരണം അത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അത് ആണെങ്കിൽ പഴുത്ത് കിനിഞ്ഞ് നിൽക്കുകയാണ്. ഇത് എത്ര നാൾ നിൽക്കുമാവോ, ഇത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം കൂടുതൽ നാളൊന്നും നിൽക്കാൻ പറ്റത്തില്ല, ആ രീതിയിൽ അത്ര റൈപ്പായിപ്പോയി അത്. അങ്ങനെയുള്ള കുറേ ഇത് മതിൽ പോലെ ഏതാണ്ട് ഈ 200 അടി നീളത്തിൽ ഇതിങ്ങനെ ഉണ്ടായിട്ട് ഉണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇലകൾ അങ്ങോട്ട് റിമൂവ് ചെയ്താലേ നമ്മളിത് കാണാൻ കിട്ടുള്ളൂ. ഈ ബ്ലാക്കിന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഇലകൾ വളരെ കുറവായിട്ട് ഇത് പുറത്ത് കാണുന്ന വിധത്തിൽ കിടക്കുന്നത്. ഇതും ഇലകൾ മാറ്റിയാൽ നമുക്ക് ഈ ഗോൾഡൻ ബ്രൗൺ ഉള്ളത് അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. അതും സീഡ്ലെസ് ആണ്. അതും കുറേ പറിച്ചു തിന്നതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ കളക്ഷനും തീറ്റയും കളക്ഷനും അങ്ങ് മതിയാക്കി. കാരണം അപ്പോഴത്തേക്ക് വയ്യാതായി. നടക്കുന്നത് കൂടാതെ ഇത് തിന്ന് മത്ത് പിടിച്ചിരിക്കുകയാണ്. പിന്നെ മടുപ്പ്, ആപ്പിൾ കണ്ടാൽ തന്നെ ഇപ്പോൾ ദേഷ്യം, ആ രീതിയിലാണ്. കാരണം അങ്ങനെ ആയിപ്പോയി, അതുപോലെ മടുത്തു പോയി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ആ സ്റ്റോറിൽ വരുമ്പോൾ അത് നമ്മൾ ഈ പറിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ അവിടെ അവർ തൂക്കും. അത് തൂക്കി അതിന് വിലയിടും. എന്നിട്ട് ഒരു സ്ലിപ്പ് തയ്യാറാക്കും. ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ട്. മോൻ അതിൻ്റെ സ്ലിപ്പൊക്കെ തയ്യാറാക്കിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ ടേക്ക് ഇറ്റ് ടു ദ കാർ, ഇത് കാറിലും കൊണ്ടുവെക്കാം. അപ്പോൾ പണം വേണ്ട, അത് ഇപ്പോഴല്ല, പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പുറത്ത്. അപ്പം ഇത് ഇവിടുത്തെ വിശ്വാസമാണത് കേട്ടോ. ഇതാരും ഇവിടെ കൊണ്ടുപോവുകയല്ല. ഈ പണം കൊടുക്കാതെ ഒരു സാധനവും കൊണ്ടുപോകില്ല. ഇത് കൊണ്ടുപോയെന്ന് വിചാരിച്ച് ഇവർക്ക് അറിയാൻ പോലും ഒക്കത്തില്ല. കാരണം അതുപോലെ ആളുകളുണ്ട് അവിടെ, അത്രത്തോളം വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, വാഹനങ്ങൾ ധാരാളം വന്ന് കിടപ്പുണ്ട്, പാർക്ക് ചെയ്തേക്കാണ്. അതിനകത്ത് വന്ന ആളുകളെല്ലാം ഈ ഫാമിലുണ്ട്, കുറേ പേര് സ്റ്റോറിലുണ്ട്, കുറേ പേര് അവിടെ ഇരുന്ന് ഒരു കഫറ്റേരിയ ഉണ്ട് അതിനകത്ത്, അതിൻ്റെ പോർഷനിലിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായിരിക്കുന്നു. ശീതളപാനീയങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മദ്യം അവിടെ കണ്ടില്ല. അല്ലാതെ ബാക്കി ഇതേപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും പിന്നെ കോൾഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ചായ, കാപ്പി മുതലായ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കാറിനകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ വണ്ടി വലിച്ചുകൊണ്ട് പോയ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് മോൻ അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മോൻ ഈ കൗണ്ടറിലോട്ട് പോയി. അപ്പോൾ അതായത് അതിൻ്റെ ബില്ലിൻ്റെ പൈസ കൊടുക്കാൻ പോയി. ഏതാണ്ട് $60 സംതിങ് ആയി കേട്ടോ. അത്രത്തോളം ഞങ്ങൾ ഇത് പറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആകെപ്പാടെ കുറച്ച് ആപ്പിൾ മാത്രം ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റത്തുമില്ല, അത് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇത് ഒരു നല്ല അനുഭവമായിരുന്നു. അവനെ അവിടെ അതിൻ്റെ ക്യാഷും ഇത് കൊടുത്തു, കാർഡും കൊടുത്തു, പണം അടച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ യാത്ര മതിയാക്കി ഞങ്ങളിവിടെ വന്നു. ഇത് ഇനിയിപ്പോൾ ഞാൻ നാളത്തെ ദിവസം ഒന്ന് നടക്കാൻ അല്പം ഒന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ, അതൊഴിച്ചാൽ ഇനി വെളിയിലൊന്നും ഉള്ള കാഴ്ചയ്ക്കൊന്നും പോകുന്നില്ല. കാരണം ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ അത്ര മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. എൻ്റെ ഈ 3ാമത്തെ അമേരിക്കൻ ട്രിപ്പാണിത്. ഈ 2 ട്രിപ്പുകളെ വെച്ച് നോക്കിയാൽ അതൊന്നുമല്ല. ഈ കഴിഞ്ഞ 2 ട്രിപ്പുകളിൽ 2 പ്രാവശ്യം നയാഗ്ര കണ്ടതൊഴിച്ചാൽ എനിക്ക് ഏറ്റവും വലിയ അനുഭവങ്ങൾ തന്നേക്കുന്നത് ഈ 3ാമത്തെ യാത്രയാണ്. ഈ യാത്ര ഒരിക്കലും മറക്കത്തില്ല. ആ രീതിയിലുള്ള ഒരു യാത്രയാണ്. മാത്രമല്ല, സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലെ മോൻ്റെ വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്. അത് ഒരു സുഖമാണ്. ഇവിടെ ആഹാരമൊക്കെ ഹോംലി, ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ എൻ്റെ വൈഫും അനിയത്തിയും കൂടെ ചേർന്ന് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യും. ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കും ഒരുമിച്ചിരുന്ന്. അതുകൊണ്ടൊരു ഗ്രഹാതരത്വം നമുക്ക് തോന്നിയില്ല. മറ്റേത് വീട്ടിൽ പോകണമെന്ന് തോന്നും ഒരു 5 ദിവസം കഴിയുമ്പം. ഇന്നിപ്പോൾ 18 ദിവസമായിട്ടും എനിക്ക് ആ ഫീലിംഗ് ഒന്നുമില്ല. കാരണം ഞാൻ വീട്ടിൽ കഴിയുന്ന
ഒരു ഓർമ്മയാണ്. ഈ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് ഒരിക്കലും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അമേരിക്ക ഞാൻ മടുക്കുന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ യാത്ര ഞാനിവിടെ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇനിയും വരാൻ ഉള്ള ആഗ്രഹമുണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞേക്കുന്നത് ഇനി കൂടെ വരികയല്ല, കാരണം ഇത്രയും യാത്ര ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കഴിയും ഏതാണ്ട് 6-7 വയസ്സ് ഇളയതാണ് എൻ്റെ ഭാര്യ. എന്നാലും എനിക്ക് പ്രായമായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് ഇനി ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരികയില്ല, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ വരികയില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഓർമ്മകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇനി അവശേഷിക്കുന്ന ഞാൻ വേഗാസ് എന്നിവിടെ പറയും, ലാസ് വേഗാസ് അതുണ്ട്, പിന്നെ ഡെത്ത് വാലി, ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഇവിടുന്ന് കുറേ ദൂരമാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ ഒരുമാതിരി കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇനി ഒന്ന് കാണണം. അത് ഇനി ഒരു അവസരത്തിലാകട്ടെ. ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു, നല്ല യാത്രയായിരുന്നു, വളരെ സുഖകരമായ അനുഭവം. ഇനി ഞങ്ങൾക്ക് മറ്റന്നാൾ രാവിലെ ആണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. ഒരു 9:30 ഇവിടുന്ന് ഇറങ്ങണം. വൈകുന്നേരം 4:30 സിയാറ്റിൽ നിന്നും ഞങ്ങളുടെ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. അതായത് ഇനിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത രാജ്യത്ത് ചെന്നിട്ട് ഞാൻ സംസാരിക്കാം.